ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടീസിന് ലഞ്ച് ബോക്സിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇന്നലെ നമ്മൾ സൺഡേയിൽ കുറച്ച് ചിക്കൻ ബിരിയാണി വെച്ചായിരുന്നേ. അപ്പോൾ അത് ഞാൻ വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത് ഒരു പാത്രത്തിനകത്താക്കി ചൂടാറിയപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ. അത് ഇന്ന് രാവിലെ എടുത്ത് ചൂടാക്കി എടുക്കുന്നതാണ്. ഇത് ഇളയാള പാത്രമാണ്. ഇളയാൾക്ക് ചിക്കനൊന്നും വേണ്ട, റൈസ് മാത്രം മതി എന്ന് പറഞ്ഞു. റൈസും ചെറിയൊരു കഷ്ണം അച്ചാറും, നാരങ്ങ അച്ചാറാണെങ്കിൽ സാലഡും വേണ്ട, പപ്പടവും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇളയാൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്താക്കാണേ. മൂത്താക്ക് ചോറും ചിക്കനും ഒക്കെ വെക്കുന്നുണ്ടേ. ചോറും ചിക്കനും പിന്നെ അച്ചാറും മാത്രമേ. രണ്ടുപേർക്കും സാലഡും പപ്പടവും വേണ്ടാന്ന് പറഞ്ഞു. പകരം മൂത്താൾ ഇന്നലെ ഞാൻ കൊല്ലത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് മാങ്ങ മേടിച്ചിട്ട് വന്നായിരുന്നു. നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. നല്ല മധുരവുമായിരുന്നു. നല്ല എല്ലാം കൽക്കണ്ട് പോലെ ഇരിക്കുമെന്ന് പറയില്ല, അതുപോലെ ഇരിക്കുന്ന മാങ്ങയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മി ചോറ് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് കുറച്ച് മാങ്ങ വേണം, അത് വെച്ചേക്കണേന്ന് പറഞ്ഞു. ഇളയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മൂത്താക്ക് വേണ്ടി മാത്രം കുറച്ച് മാങ്ങ തൊലിയൊക്കെ ചെത്തി ഞാനെടുത്തൊരു കുഞ്ഞു ഡപ്പയ്ക്കകത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അതും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നാക്സിനായിട്ടൊന്ന് ചക്കവറ്റലായിരുന്നേ. ചക്കവറ്റലും രണ്ടുപേർക്കും എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഞായർ കഴിഞ്ഞ് തിങ്കളിലോട്ടാകുമ്പോഴത്തേനെ എൻ്റെ ഇളയാൾക്ക് ഭയങ്കര സങ്കടമാണ് സ്കൂളിൽ പോകാനായിട്ട്. ഇന്നും സെയിം എല്ലാ തിങ്കളാഴ്ചയും ഉള്ളത് രാവിലെ ആകുമ്പോൾ ഒരു കരച്ചിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 2-3 ദിവസമൊക്കെ അവധി കിട്ടിയായിരുന്നല്ലോ. ഇന്ന് രാവിലെ ആകുമ്പോൾ ഭയങ്കര കരച്ചിൽ, സ്കൂളിൽ പോകുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് സ്കൂളിൽ നിന്ന് ബിരിയാണി ഉണ്ട് കൊണ്ടുപോകാനായിട്ട്. അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ അങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളേ. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.